ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻട്രോ ഒക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളം ആവുന്നുണ്ട് വീഡിയോ എടുത്തിട്ട്. അതിനുശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ നല്ല ബിസി ആയിരുന്നു, നല്ല രീതിയിൽ തിരക്കായിരുന്നു. കാരണം ഞാൻ എൻ്റെ പുതിയ ഫ്ലാറ്റിലോട്ട് മാറുന്നതിൻ്റെ പേപ്പർ വർക്ക്, അതിൻ്റെ ഷിഫ്റ്റിങ് ഒക്കെ ആയിട്ട് ഭയങ്കര നല്ല രീതിയിൽ തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമല്ലോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയില്ല. ഇൻ ബിറ്റ്വീൻ എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഐ വാസ് ജസ്റ്റ് ബിസി. അപ്പം പിന്നെ എന്താ പറയുന്നത്, അപ്പം ഞാൻ ഇന്നിങ്ങനെ വിചാരിച്ചു, ചുമ്മാ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണമല്ലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പാട്ട് പാടിയാലോ എന്ന് വിചാരിച്ചു. പാട്ട് പാടാമെന്ന് ഓർത്തപ്പോൾ പണ്ട് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒരുമിച്ച് പാട്ട് പഠിക്കാൻ പോയ കാര്യം എനിക്ക് ഓർമ്മ വന്നു. മ്യൂസിക് ക്ലാസ് എനിക്ക് ഓർമ്മ വന്നു. അപ്പം ആ ഒരു മെമ്മറി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ സിസ്റ്റർ തന്നെ എൻ്റെ എന്ത് കാര്യങ്ങളിലും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്റർ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര എയർ പിടിച്ചിരുന്നു വർത്താനം പറയുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അത് നോർമലി എനിക്കറിയത്തില്ല, ഞാൻ നോർമലി സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. പിന്നെ ഞാൻ മാക്സിമം കെയർഫുള്ളായിട്ട് മലയാളം പറഞ്ഞതുകൊണ്ടാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് തമിഴാണ്. അപ്പം ആളോട് തമിഴ് സംസാരിച്ച ആൾക്ക് ഒരു അക്ഷരം മലയാളം അറിയത്തില്ല വർത്താനം പറയാൻ. അപ്പോൾ ആളോട് തമിഴ് വർത്താനം പറഞ്ഞ് മലയാളം പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ തമിഴ് പഠിച്ചതെന്നല്ലാതെ മലയാളം ആൾ പഠിച്ചില്ല. പിന്നെ ഞാൻ ഇവിടെ UK-ലാണ്. ഇവിടെയും എനിക്ക് മലയാളവും തമിഴും ഇംഗ്ലീഷും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടെയാണ് ഞാൻ എൻ്റെ സംസാരം. അപ്പം ഞാൻ അത് ഒത്തിരി കെയർഫുള്ളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ല കേട്ടവർക്ക് എത്ര പേർക്ക് അത് ഭയങ്കര ഒരു എയർ പിടിച്ച് വർത്താനം പറഞ്ഞ പോലെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എനിവേ ഞാൻ ഓക്കെ, എയർ പിടിക്കാതെ വർത്താനം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, എൻ്റെ തമിഴ്നാട്ടിൽ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, അവർക്ക് മലയാളം അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല, അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് തമിഴിൽ സംസാരിച്ചാലോ എന്ന് വിചാരിച്ചു. എൻ്റെ തമിഴ് കുറച്ച് ഇമ്പ്രൂവ് ആയി. എനിക്ക് തമിഴ് സംസാരിക്കുമ്പോൾ വെച്ചാൽ ഞാൻ നോർമലി സംസാരിക്കുമ്പോൾ എനിക്ക് തമിഴ് ഓക്കെ, അല്ലാതെ ആരെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയില്ല ഇരിക്കുന്ന ആൾക്ക് തമിഴ് അറിയാവോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ചില സമയത്ത് തമിഴ് വള്ളിയും പുള്ളിയും കുത്തും കോമയൊക്കെ വീഴാറുണ്ട്. ബട്ട് എനിവേ ഇത് എന്നോട് തമിഴ് ഫാമിലിക്കാக பேசுகிறேன். என்னோட லாஸ்ட் வீடியோவில் வந்து எனக்கு அவ்வளோக்குள்ள தமிழெல்லாம் பேச முடியலை. ஏன்னா என்னோட மதர் டங் வந்து மலையாளம் ஆயதுனால அந்த மலையாளத்தில் பேசி அந்த ஒரு ஃப்ளோவில் அப்படியே பேச்சு வந்துட்டு. ஆனால் இந்த வீடியோவில் கொஞ்சம் தமிழ் பேசலாம்னு நினைக்கிறேன். இந்த வீடியோவில் வந்து நான் இன்றைக்கி ஒரு சாங் சிங் பண்ண போகிறேன். அந்த சாங் சிங் பண்ண நினச்ச டைமில் எனக்கு வந்து என்னோடய சைல்ட்ஹுட் மெமரி ஞாபகத்தில் வந்தேன். என் தங்கச்சி கூட மியூசிக் கிளாஸ் அட்டென்ட் பண்ணது. அப்போ அவள் அங்கே போயிட்டு என்னோட தங்கச்சியோட அந்த மியூசிக் கிளாஸ் நாட்டினஸ் அந்த தோட் எனக்கு வந்துச்சு. அது உங்கள்கிட்ட ஷேர் பண்ணலான்னு எனக்கு ஒரு தோட் வந்து, அப்போது அது சொல்லலாம். இப்போது என்னோடய தமிழ் வந்து அவ்வளோக்குள்ளே இம்ப்ரூவ் ஆகலை, ஆனாலும் போக போக இன்னும் கொஞ்சம் இம்ப்ரூவ் ஆகும்னு நினைக்கிறேன். ஏன்னா லாஸ்ட் 5 இயர்ஸாக ഞാൻ ക്രിസ്റ്റഫർட்ட മലയാളം பேசாமல் தமிழில் பேசி ட்ரை பண்ணி தான் இப்போது இவ்வளோ ஆச்சும் எனக்கு தமிழ் வருது. ஏதாச்சும் தப்பாக பேசுனா மன்னிச்சிடுங்க. ஆனாலும் இவ்வளோக்குள்ளே எனக்கு தமிழ் இம்ப்ரூவ் ஆகிட்டேன். இந்த வாட்டி நான் வந்து ஒரு மலையாளம் சாங் சிங் பண்ணுறேன். நெக்ஸ்ட் டைம் வந்து தமிழோட லிரிக்ஸ் எல்லாம் நல்லா பார்த்து சிங் பண்ணுவோம். ஏன்னா முன்னாடி எல்லாம் தமிழ் பாட்டு பாடும்போது எனக்கு வந்து இந்த மாதிரி ப்ராப்ளம் இல்லை. தப்பாக லிரிக்ஸ் இருந்தாலும் எனக்கு அது அப்படியே சிங்கிங் ஓகே தான். அந்த ஒரு டோனில் அப்படியே நான் அந்த ஃப்ளோயில் அப்படியே போகும். ஏன்னா இப்போ வந்து எனக்கு அந்த தமிழ் சாங் தப்பான லிரிக்ஸில் சிங் பண்ண என்ன ஆகும்னா, கிறிஸ்டஃபர் வந்து என்னை கிண்டல் அடிப்பேன். இப்படி தானே இந்த சாங் இப்படி இல்லை அப்படி இப்படின்னெல்லாம் எனக்கு கிண்டல் பண்ணி, அப்போ எனக்கு வந்து அந்த ஒரு கான்ஃபிடென்ஸ் போகும். தமிழ் பாட்டில் தப்பாக பாடி வேறு ஏதாச்சும் மீனிங் ஆகுமோ அந்த மாதிரி எல்லாம் தோட்டம் எனக்கு வரும். அதனால என்னோடய தமிழ் சிங்கிங் வந்து இப்போது நான் யூடியூப்பில் சிங் பண்ண மாட்டேன். என்னோடய தமிழ் லிரிக்ஸ் வந்து கொஞ்சம் கரெக்ட் பண்ணி அப்புறமா தமிழில் சாங் சிங் பண்ணுறேன். இப்போ வந்து மலையாளத்தில் ஒரு சாங்
സോ മലയാളത്തിലെ പാട്ട് പാടുമ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി ഇങ്ങനെയാണ്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ഒരുമിച്ചാണ് മ്യൂസിക് ക്ലാസ്സിൽ പോയത്. അപ്പം പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് തന്നെയുണ്ട്. അപ്പം ഈ ഫ്രണ്ട്സുമായിട്ട് ലാസ്റ്റ് ബെഞ്ചിൽ പോയി, ലാസ്റ്റ് റോയിൽ പോയിരുന്നിട്ട് പുള്ളിക്കാരത്തി ടീച്ചർ നമുക്ക് പാട്ട് പാടി പഠിപ്പിക്കുന്ന നേരത്ത് ആളവിടെ ഇരുന്ന് ഫ്രണ്ട്സുമായിട്ട് ചിരിക്കുക, കളിക്കുക, എനിക്കൊന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചു എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും മ്യൂസിക് ടീച്ചർ ഇത് നോട്ടീസ് ചെയ്തിട്ട് ആളോട് പറഞ്ഞു, ഇരിക്കേണ്ട, ക്ലാസ്സിൽ ഇരിക്കേണ്ട, വെളിയിൽ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. വെളിയിൽ ഇറക്കിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പം എന്നിട്ട് ആൾ വെളിയിൽ ഇറങ്ങിപ്പോയിരുന്നു. എന്നിട്ട് പുള്ളിക്കാരത്ത് വെളിയിൽ നിന്നിട്ട് എന്നെ കൊഞ്ഞോണം കുത്തി കാണിക്കുക. ഞാനും ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പം ആൾ വെളിയിൽ ഇറങ്ങുന്നതുകൊണ്ട് എന്നെ ഇങ്ങനെ ഓരോ കോക്കറികളൊക്കെ കാണിച്ച് എന്നെ വെളിയിൽ ഇറക്കാനെന്നുള്ള പ്ലാനിൽ. അതാണ് എൻ്റെ ഒരു മ്യൂസിക് മെമ്മറി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അതാണ് എനിക്ക് മ്യൂസിക്കിൻ്റെ മെമ്മറി. ഇനി ഞാനൊരു പാട്ട് പാടാം. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. எப்படி இருக்குன்னு. பாட்டு ரசிக்கிறதுக்கு இந்த மாதிரி லாங்குவேஜ் எல்லாம் தேவையில்லைல்ல. பாட்டு கேட்டு எப்படி இருக்குது, நல்லா இருக்கியா, இன்னும் கொஞ்சம் இம்ப்ரூவ் ஆகணுமா இல்லையா, இனிமேல் நான் பாட்டு பாடணுமா, அப்படி என்ன வேணும்னாலும் இங்கே கமெண்டில் பண்ணுங்கள். തമിഴിൽ പോട്ടാലും പരവായില്ല. എന്നോട് ഹസ്ബൻഡ് എനിക്കാകെ അത് വാസിച്ച് കൊടുപ്പേൻ. മലയാളികളായിട്ടുള്ള എൻ്റെ കേരളത്തിലെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സൊക്കെ കേട്ടിട്ട് പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയണം. സത്യസന്ധമായിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാട്ട് പാടാം. ഇനി കേട്ടിട്ട് നിങ്ങൾ പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനേ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനേ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലം ഒക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലം ഒക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ.
എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇതാണ് എൻ്റെ പാട്ട്. വള്ളിയും പുള്ളിയും കുത്തും കോമയൊക്കെ വീണോ എനിക്കറിയത്തില്ല. പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനിങ്ങനെ ചുമ്മാ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കണം തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാം. കണ്ടിട്ട് നിങ്ങൾ പറയണം കൊള്ളാമോ എന്ന്. ഇത് எப்படி இருக்குன்னு எனக்கு தெரியல, ஆனால் கொஞ்சம் பரவாயில்லைன்னு நினைக்கிறேன். பாட்டு கேட்டு எப்படி இருக்குது, நீங்கள் வந்து அதை என்ஜாய் பண்ணியா இல்லைன்னா எனக்கு கமெண்டில் சொல்லு. കമൻറ്റ് பார்க்குறேன். ബി ജെനുവിൻ. നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. ഞാൻ ഇനി പാടണോ വേണ്ടോ എന്ന് നിങ്ങൾ പറയണം. ഞാൻ ഇതുവരെ ബാത്റൂം സിംഗറായിരുന്നു. പിന്നെ ഞാൻ തനിച്ചിരിക്കുമ്പം ഒറ്റയ്ക്കിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫോൺ വോയിസ് റെക്കോർഡർ എടുത്തിട്ട് സ്വന്തമായിട്ട് പാട്ട് പാടും. ഞാൻ സ്വന്തമായിട്ട് കേൾക്കും. എനിക്കിഷ്ടപ്പെട്ട ഫോണിൽ വെച്ചേക്കും, ഇല്ലെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്തോളാം. ഇതാണ് എൻ്റെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉള്ള ഹോബി എന്ന് പറയുന്നത്. കാരണം എൻ്റെ പാട്ട് വേറെ ആരും ആസ്വദിച്ചില്ലെങ്കിലും ഞാൻ തന്നെ പാടി, ഞാൻ തന്നെ കേട്ട്, ഞാൻ തന്നെ എൻജോയ് ചെയ്യും. അതാണ് എൻ്റെ ഒരു ഹോബി തന്നെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. കമൻറ്റ് ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് പറയാം. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേറെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. Till then, take care. Bye.